173 ഇലക്ഷൻ പ്രസംഗങ്ങൾ നടത്തിയതിൽ 110 എണ്ണത്തിലും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ കമ്മ്യൂണൽ റിമാർക്സ് എന്നല്ല, പക്ഷെ ഞാൻ ആ വാക്ക് ഉപയോഗിക്കാൻ തൽക്കാലം താല്പര്യപ്പെടുന്നില്ല, അത്തരം റിമാർക്കുകൾ ഉണ്ടായി എന്നുള്ളതായിരുന്നു. അപ്പം ദേശീയ മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും എടുത്തു പറയത്തക്ക തരത്തിൽ കൃത്യമായി ആരോപണം എന്നതുപോലുമല്ല, സ്റ്റേറ്റ്മെന്റ് എന്ന നിലയ്ക്കു തന്നെ തലക്കെട്ടിടാൻ പോകുന്ന പാകത്തിൽ രാഷ്ട്രീയവും സാമുദായികവുമായ പരാമർശങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയ പ്രസംഗങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് നിരന്തരം ഉണ്ടാവുകയാണ് എന്നുള്ളതാണ്. 2019 ഫെബ്രുവരി മുതൽ 2023 നവംബർ വരെ 22 പരാതി അദ്ദേഹത്തിനെതിരെ AICC നൽകിയിട്ടുണ്ട്. 5 എണ്ണത്തിൽ മാത്രമാണ് എന്തെങ്കിലും ഒരു നടപടി, അതായത് നോട്ടീസ് അയക്കുകയോ അല്ലെങ്കിൽ അന്വേഷണം നടത്തും എന്ന് പ്രതികരിക്കുകയോ എങ്കിലും ചെയ്ത തോതിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മുട്ടുമടക്കി നിൽക്കുന്നത് ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ NDAയ്ക്കും പ്രധാനമന്ത്രിക്കും മുന്നിൽ എന്നതിന് വേറെ ഉദാഹരണം വേണ്ടതില്ല എന്ന് തോന്നുന്നു. നാഷണൽ ഹെറാൾഡിന്റെ വാർത്തയനുസരിച്ച് കോൺഗ്രസ് 2022 മുതൽ 2023 വരെ 7 പരാതികൾ നൽകിയിട്ടുണ്ട്. ഒരൊറ്റ ഒന്നിൽ നടപടി ഉണ്ടായിട്ടില്ല എന്നത് പ്രധാനമാണ്. 2022 ANAയുടെ ഒരു അഭിമുഖം അദ്ദേഹം നടത്തുകയുണ്ടായി. അത് UP ഇലക്ഷന്റെ ഫസ്റ്റ് ഫേസിന്റെ തൊട്ടു തലേ ദിവസമാണ് ANAയുടെ ഒരു അഭിമുഖം, സ്മിത പ്രകാശ് നടത്തിയ അഭിമുഖം. അതിനെതിരെ AICC പരാതി നൽകി, നടപടി ഉണ്ടായില്ല. പക്ഷേ 2017 സ്വകാര്യ ചാനലുകൾ രാഹുൽ ഗാന്ധിയുടെ അഭിമുഖം എടുക്കുന്നതിനെ ഇതേ ഇലക്ഷൻ കമ്മീഷൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇലക്ഷന് തൊട്ട് മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അത്തരത്തിലുള്ള അഭിമുഖങ്ങൾ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വോട്ടിനെ ബാധിക്കും എന്ന ബോധം ഇലക്ഷൻ കമ്മീഷൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാകാറുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കർണാടകയിൽ വന്ന് അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പ്രസംഗിച്ചത് എന്താ? കേരളമാണ് അടുത്തുള്ളത് എന്നാണ്. അദ്ദേഹം ജാർഖണ്ഡിൽ പോയി പ്രസംഗിച്ചത് എന്താ? ലവ് ജിഹാദിന്റെ ഉറവിടം ജാർഖണ്ഡിലാണ് എന്നാണ്. അവിടുത്തെ ആദിവാസി മേഖലയിൽ അടക്കമുള്ള സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുന്നതും ഉപദ്രവിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം കൊണ്ടുകെട്ടിയത് ലവ് ജിഹാദിലേക്കാണ്. എന്നിട്ട് ലവ് ജിഹാദിന്റെ ഉറവിടം ജാർഖണ്ഡാണ് എന്ന് അദ്ദേഹം പറയാണ്. അങ്ങനെ ഒരു കാര്യമേ ഇല്ല എന്ന് പാർലമെന്റിൽ പറഞ്ഞതാരാണ്? ഇതേ മന്ത്രിസഭയിലെ അംഗങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്. അപ്പം അങ്ങനെ ഇലക്ഷൻ പ്രചാരണത്തിന്റെ സമയത്ത് ഈ പ്രതികരണങ്ങൾ അദ്ദേഹം നടത്തുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇതിലൊരു ചോദ്യവും ഉണ്ടാകില്ല, നിയമ നടപടി ഉണ്ടാകില്ല എന്ന ഉറച്ച ബോധ്യം ഞാൻ പറഞ്ഞല്ലോ, 22 പരാതികൾ വരുന്നു, 5 പരാതികളിലാണ് എന്തെങ്കിലും ചെയ്യുന്നത്, 7 പരാതികൾ ഒരൊറ്റ വർഷത്തിനുള്ളിൽ വരുന്നു, ഒന്നിലും തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ഇലക്ഷൻ കമ്മീഷൻ ഉള്ളിടത്ത് പ്രധാനമന്ത്രിക്ക് ഇതല്ല ഇതിനപ്പുറവും പറയാമെന്ന സാഹചര്യം അദ്ദേഹത്തിന് മുന്നിലുണ്ട് എന്നത് പ്രധാനമാണ്. നമുക്ക് ബജ്റംഗബലി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വേണം നിങ്ങൾ വോട്ട് കാസ്റ്റ് ചെയ്യാൻ എന്ന് അദ്ദേഹം പറഞ്ഞത് ഓർമ്മയില്ലേ? എന്ത് വലിയ വിവാദമായിരുന്നു. ബജ്റംഗ ദളിനെ അദ്ദേഹം കൊണ്ടുപോയി കെട്ടിയത് പെട്ടെന്ന് ബജ്റംഗ ബലിയുമായിട്ടാണ്. ബജ്റംഗ ദളിനെതിരായ വിമർശനമാണ് ഉണ്ടായത്, പക്ഷെ ബജ്റംഗ ബലിയിലേക്കാണ് അത് കൊണ്ടുപോയി ചേർത്ത് വെക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്കുള്ള പ്രതികരണങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ്.